ഹലോ ഹലോ ഇക്കാക്ക നിക്ക് ഞാനൊന്ന് പറയട്ടെ. ഇവിടെ ഞാനും ലാലിക്ക് എന്നും അടിയാ. ഇങ്ങോട്ട് വരും, ഇതിനൊരു തീരുമാനമാക്കി തരി. എത്രയെന്ന് വെച്ചിട്ട് സഹിക്കുക. ശരി എന്നാ. മെല്ലെ 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 ഇല്ല കുഴപ്പമില്ല വെല്ല കയറിക്കോ. കുഴപ്പമില്ല. പഠിച്ചോനെ എന്റെ ലാലക്ക ഒരു പുട്ടും കുറ്റി കൊണ്ട് എറിഞ്ഞാൽ ഇത്രയൊക്കെ പറ്റിയ ആദ്യമായിട്ടൊന്നല്ലോ സീന. അടിയൊന്ന് കണത്തിലാണെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. മരുന്നൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കഞ്ഞിയും ജ്യൂസും മാത്രം കൊടുത്താൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കഞ്ഞിയും ജ്യൂസാ? ഞാൻ ഇവിടെ പുട്ട ഉണ്ടാക്കി വെച്ചാണ്. എന്റെ താത്ത നിങ്ങൾ പുട്ട് കൊടുത്തിട്ട് ഇയാളെ കൊല്ലോ? പിന്നെ പുട്ട് തിന്നിട്ട് എത്ര ആൾക്കാരെ മരിച്ചിരിക്കുന്നെന്ന് അറിയോ? എന്റെ വയനാട്ടിലത്തെ വല്യപ്പണ്ടല്ലോ. എന്റെ പൊന്ന് താത്ത നിങ്ങളിങ്ങോട്ട് പോരില്ല. പിന്നെ എന്റെ വല്യപ്പാന്റെ കഥ കേൾക്കാൻ ഓർക്ക് താല്പര്യമില്ല. നല്ല വേദന ഉണ്ടാ. നിങ്ങൾ എന്തായാലും അവിടെ ഇരിക്കട്ടാ. ഞാനേ ആ പുട്ട് കഞ്ഞാക്കി കൊണ്ടുവന്നേരാം. ഇതിനാട്ടി നല്ലതാ പുട്ടും കുറ്റി തച്ചു വന്നാ മതിയായിരുന്നു. അളിയാ എന്റെ പെങ്ങളെന്നെ കരഞ്ഞിട്ടാ വിളിച്ചേ. നിങ്ങൾ എന്താ അവളെ കാട്ടിയേ? ഷാജിനെ നിങ്ങൾക്ക് അറിയില്ല, പോലീസ് സ്റ്റേഷൻ. അളിയാ എന്താ പറ്റിയളിയാ? ഹസീനെ വിളിച്ചപ്പോ ഇത്ര ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഓളവിടെ ഹസീന? ഹസീന അത് ശരി. ഇതെന്താ മൊബൈലിൽ ഗെയിം കളിക്കേ? ഈജി കരഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ എന്താ വിചാരിച്ചേ? അളിയ അന്നെ തല്ലിന്നല്ലേ? ഇതിപ്പോ അളിയനക്കല്ലോ പരിക്ക്. നിങ്ങൾ എന്താ ഈ പറയണേ? പുട്ടും കുറ്റി അറിയാതെ നിന്റെ കയ്യിന്ന് വയ്ക്കാതാ. അത് ഇത്രയും വലിയ മുറിയൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ വിചാരിച്ച. പുട്ടും കുറ്റി അറിയാതെ എന്റെക്കെന്ന് എന്റെ വെല്ലിപ്പാട് സ്വഭാവമൊക്കെ അറിയണല്ലേ? ഇണ്ട് വായോ നടക്ക്. അളിയാ സംഭവമൊക്കെ മനസ്സിലാക്കുക. എന്നാലും അളിയ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചത് അളിയൻ ഓളടിച്ചെന്നല്ലേ. ഇതിപ്പോ ഓളല്ല അളിയൻ അടിച്ചിരിക്കണ്. ഞാൻ എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയല്ല. ഓൾ അടുക്കളയെ കയറാൻ ആ കാലത്ത് തുടങ്ങിയതാ ഞാൻ പുട്ട് കഴിക്കല്. ആ പുട്ട് കഴിച്ച തടിയാണ് ഈ ഷാജിൻ്റെ തടി. ഓളൊന്ന് കെട്ടിച്ചിട്ട് അയച്ച അന്ന് മുതലാണ് എനിക്കൊരു ദോശ ഒരു കഷ്ണം പൂരി ആ പെരേന്ന് ഞാൻ തിന്നാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് അളിയാ ഒന്നും വിചാരിക്കണ്ട. പുട്ടേങ്കി പുട്ട് മാരെണ്ണം വരം കഴിച്ചോ. ഒരു ഗ്ലാസ് വളർത്തുന്നു. പിന്നെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കുടുംബക്കാരൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. അയക്കും മോശമാണ്, അളിയനക്കും മോശം. എന്നാ ഞാൻ പോട്ടെ. കൂച്ചോളി കല്ല അളിയനക്കാം പോട്ടെ. ഇക്കാക്ക എന്താ മോളെ? 2 കഷ്ണം പുട്ട് കഴിച്ചിട്ട് പോവാ. ഓ എൻ്റെ സീന നല്ല പത്തിരി ദോശ ചപ്പാത്തി എന്താ വേണ്ടിച്ചൊക്കെ എൻ്റെ ഓളിക്കവിടെ ഉണ്ടാക്കി തരുന്നുണ്ട്. പുട്ട് കഴിക്കാൻ പൂതിയാവുമ്പോൾ ഞാൻ വരണ്ട. പോട്ടെ. കാലിക്ക ഞാൻ പുട്ടും കഞ്ഞി എടുക്കട്ടെ. ഷാജിയെ ഒന്നിവിടെ വന്ന. ആയിഷത്തെ എന്താ ആയിഷത്താ? ഇജ്ജ് വന്നത് എന്തിനാന്നൊക്കെ മനസ്സിലായി. എൻ്റെ പൊന്നും മോനെ എന്താ അതിൻ്റെ ഉള്ളിലൊരു തല്ലും പിടിച്ചിട്ടിരിക്കുക. ഞങ്ങളുടെ അയലോക്കത്തുള്ളവർക്ക് കുത്തിരിക്കാൻ തൊഴിലില്ല. ഞങ്ങൾ ഈ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ഒന്ന് വന്നു നോക്കും. അപ്പം കാണാം പുട്ടും കൂടെ ഒക്കെ ഇങ്ങനെ പറക്കണ് കാണാം. ആ പെൺകുട്ടിക്ക് വലിയ സുഖമില്ലെന്നാ തോന്നുന്നത്. ചേരും നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാട്ടണം കേട്ടാ. എൻ്റെ ആയിഷത്താ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല. ഓളെ വെല്ലിപ്പാക്ക് പണ്ടേ ഉണ്ടായിരുന്ന അസുഖം. അത് കിട്ടിയുള്ള പേരക്കുട്ടിയായിട്ടുള്ള ഓൾക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമില്ല. മരണം വരെ പുട്ട് തിന്നെ. ഐഷാത്താ ഇക്കാക്ക് പോയില്ലേ? ഐഷാത്താ നിങ്ങളെ മോളെ വീട്ടിൽ നിന്ന് പുട്ടും കുറ്റി കൊണ്ടുവന്ന് ഒന്നിക്ക് തരുമോ? അനക്ക് പുട്ടുകൂലില്ല ഏട്ടാ. ഇക്കാക്ക എന്തായാലും വന്നതല്ലേ, ഈ പുട്ടും കുറ്റി നെളിങ്ങിക്കിന് ഇതൊന്നും നന്നാക്കി കൊണ്ടുവന്ന് തരുമോ? അതാ അടച്ചോനെ ഇടിപറ്റിട്ടുണ്ട് തലയിൽ ഇടുത്തി വീണ പോലെ.